പുനർജനി 2025 ഭാഗമായി ഈ ഷോയിൽ ഒരുപാട് മഹത് വ്യക്തികൾ പങ്കെടുക്കുന്നതാണ്. പക്ഷേ ഏറ്റവും മഹത്തായ വ്യക്തി ആരാണെന്ന് ചോദിച്ചാൽ അത് നിങ്ങൾ തന്നെയാണ്. കാരണം യു ആർ യൂണീക്ക്, നിങ്ങൾ അനന്യമാണ്. നിങ്ങളെപ്പോലെ മറ്റൊരാളും ജനിച്ചിട്ടേ ഇല്ല. ശരിക്കും സെൽഫ് ലവ്, സെൽഫ് ആക്ച്വലൈസേഷൻ, സെൽഫ് റിയലൈസേഷൻ, സെൽഫ് റെസ്പെക്റ്റ്, സെൽഫ് കോൺഫിഡൻസ്, ഇതിൻ്റെ എല്ലാം ആകത്തുകയാണ് പുനർജനിയിലൂടെ ഞങ്ങൾ പങ്കുവയ്ക്കുന്നത്. ശരിക്കും ഈ പറഞ്ഞ എല്ലാത്തിൻ്റെയും കൂടെ സെൽഫ് ഉണ്ട്, അഹം. ശരിക്കും ഈ അഹം എന്ന് പറയുന്നത് അഹങ്കാരത്തിൻ്റെ അഹമല്ല, ആത്മവിശ്വാസത്തിൻ്റെ അഹമാണ്. ഈ ഒരു വസ്തുത ശരിക്കും പുനർജനിയിലുള്ള ഗസ്റ്റുകളും കൂടെ മനസ്സിലാക്കിയിരിക്കണം എന്ന് വിചാരിച്ചാണ് ഞാൻ ഈ ഒരു വീഡിയോ ഈ കാര്യം കൂടെ പരാമർശിക്കുന്നത്. അതായത് നമ്മൾ ഒരുപാട് വ്യക്തികൾ വരുമ്പോഴത്തേക്ക് തീർച്ചയായിട്ടും അതിനകത്ത് നമ്മുടെ പ്രോഗ്രാമിൻ്റെ ഒരു സ്ട്രക്ചറുണ്ട്. അതിനെ ഒരിക്കലും ബാധിക്കാത്ത രീതിയിലായിരിക്കും നമ്മൾ ഈ ഷോ കൊണ്ടുപോകുന്നത്. അപ്പം എങ്ങനെയാണ്, ഏത് രീതിയിലാണ് പുനർജനി 2025 വിശിഷ്ട അതിഥികളെ നമ്മൾ ട്രീറ്റ് ചെയ്യുക എന്നുള്ളത് പ്രത്യേകം നോട്ട് ചെയ്യേണ്ട കാര്യമാണ്. കാര്യം പുനർജനി ഈസ് എ സ്ട്രക്ചേർഡ് പ്രോഗ്രാം. ഇതിനകത്ത് നമ്മൾ ഒരു അതിഥി വന്ന് കൂടുതലായിട്ടൊരു 10 മിനിറ്റ് അല്ലെങ്കിൽ 15 മിനിറ്റ് സംസാരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും ആ പ്രോഗ്രാമിൻ്റെ ഒരു സെർണിറ്റിയെ തന്നെ ബാധിക്കുന്ന കാര്യമാണ്. ടു മെനി കുക്സ് സ്പോയിൽ ദി ബ്രോത്ത് എന്നാണ്. അതുകൊണ്ട് ആൾ കൂടിയാൽ പാമ്പ് ചാവില്ലെന്ന് പറഞ്ഞ പോലെ. സോ നമുക്ക് ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ചാൽ ഈ അതിഥികൾക്ക് വളരെ യോജിക്കുന്ന രീതിയിൽ ഒരു ആദരവ്, അവർക്ക് 5 മിനിറ്റ് സദസ്സിനെ അഡ്രസ്സ് ചെയ്ത് സംസാരിക്കാനുള്ള അവസരം. ശരിക്കും നമ്മുടെ അതിഥികളെല്ലാം സ്വന്തം നിലയ്ക്ക് നോക്കിയാൽ വളരെ അധികം സമയം സംസാരിക്കാൻ കഴിവുള്ളവരും ഒരു ഷോ തന്നെ ഒറ്റയ്ക്ക് കണ്ടക്ട് ചെയ്യാൻ കഴിവുള്ളവരുമായിരിക്കും. പക്ഷേ ഈ പുനർജനിയിലേക്ക് വരുമ്പോഴത്തേക്ക് ഗസ്റ്റ് റോളാണ്. നമ്മുടെ സിനിമയിൽ ഗസ്റ്റ് റോളിന് എപ്പോഴും അതിൻ്റേതായ ഒരു പ്രാധാന്യമുണ്ട്. നന്ദഗോപാലന്മാരെ പോലെ ഗസ്റ്റ് റോൾ അടിച്ച് പൊളിക്കുക എന്നുള്ളതാണ്. കിട്ടുന്ന അവസരം അടിച്ച് പൊളിക്കുക. 5 മിനിറ്റിൻ്റെ ഒരു സാന്നിധ്യം ഉള്ളെങ്കിൽ പോലും ആ സമയത്ത് ലോകത്തിലെ ഏറ്റവും വലിയ മോട്ടിവേഷൻ സ്പീച്ച് എന്ന് പറയുന്നത് വിൻസ്റ്റൺ ചർച്ചിൽ നടത്തിയ ഒരു സ്പീച്ചാണ്. അതിന് 1 മിനിറ്റ് പോലും എടുത്തില്ല. നെവർ ഗീവ് അപ്പ്, അതാണ് ആ മോട്ടിവേഷൻ സ്പീച്ച്. ശരിക്കും 5 മിനിറ്റ് കൊണ്ട് വന്ന് ഈ പുനർജനിയെ മൊത്തത്തിൽ കയ്യിലെടുക്കാൻ കഴിവുള്ള വിശിഷ്ടമായ വ്യക്തികളാണ് നമുക്ക് വരുന്നത്. തീർച്ചയായിട്ടും അവർ ആദരവ് അർഹിക്കുന്ന ആൾക്കാരെ നമ്മൾ പൊന്നാട നൽകി വിശിഷ്ടമായിട്ടുള്ള ഉപഹാരം നൽകി അവരെ സ്വീകരിച്ച് അവർ തീർച്ചയായിട്ടും ആ ഒരു സ്ട്രക്ചേർഡ് പ്രോഗ്രാമാണ് പുനർജനി. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് അവർ വരുമ്പം തീർച്ചയായിട്ടും അവർ അർഹിക്കുന്ന എല്ലാ ബഹുമാനവും ആദരവും നമ്മൾ കൊടുക്കും. പിന്നെ ഇതിൻ്റെ വിശിഷ്ട അതിഥികൾ വരുന്ന സമയത്തിന് ക്ലിപ്തതയില്ല. നമ്മുടെ പ്രോഗ്രാമിൻ്റെ സ്ട്രക്ചർ അനുസരിച്ചിട്ട് 9:30 മുതൽ 5 മണി വരെയാണ് പ്രോഗ്രാം നിശ്ചയിച്ചിട്ടുള്ളത്. 5 മണി എന്നുള്ളത് ചിലപ്പോൾ കുറച്ചുകൂടെ കൂടാൻ സാധ്യതയുണ്ട്. 9:30 എന്ന് പറയുന്നത് കൃത്യം 9:30 അത് 9:29 9:31 അല്ല. കാര്യം നമ്മൾ എപ്പോഴും സ്പോട്ട് രജിസ്ട്രേഷൻ പരമാവധി ഒഴിവാക്കുന്നതാണ്. സ്പോട്ട് രജിസ്ട്രേഷൻ ഇല്ലാതിരിക്കുന്നതുകൊണ്ട് തന്നെ ആൾക്കാർ വന്ന ആൾക്കാർ നേരത്തെ തന്നെ ഫില്ല് ചെയ്തിരിക്കുന്നതുകൊണ്ട് നമുക്ക് എല്ലാ രീതിയിലും പ്രോഗ്രാം 9:30 തന്നെ തുടങ്ങാനുള്ള എല്ലാ സാഹചര്യവും ഉണ്ടെന്നുള്ളതാണ്. കാര്യം ആൾറെഡി ബുക്കിംഗ് ഫില്ലായി കഴിഞ്ഞാൽ നമുക്ക് പിന്നീട് സ്പോട്ട് രജിസ്ട്രേഷൻ ഇല്ലെങ്കിൽ 9:30 തന്നെ തുടങ്ങാൻ സാധിക്കും. അത് ബിജു സാറിൻ്റെ സെഷനോടുകൂടി ആയിരിക്കും പ്രോഗ്രാം തുടങ്ങുന്നത്. നമ്മൾ ആ ഫസ്റ്റ് 2 മൈക്ക് ഉണ്ടായിരിക്കും, ഒന്ന് ബിജു സാറിൻ്റെ കയ്യിൽ, ഒന്ന് അനൗൺസറുടെ കയ്യിൽ. അപ്പോൾ ആ രീതിയിലായിരിക്കും പ്രോഗ്രാമിൻ്റെ സ്ട്രക്ചർ തുടങ്ങുന്നത്. നമ്മൾ 9:30 തുടങ്ങുന്ന പ്രോഗ്രാം ഒരു 9:45 10 മണിയോടുകൂടി നമ്മളൊരു മെഡിറ്റേഷൻ ആയിരിക്കും കൊടുക്കുക. മെഡിറ്റേഷനുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു ഡീപ്പ് റിലാക്സേഷൻ ടെക്നിക്ക് ആയിരിക്കും കൊടുക്കുക. ശരിക്കും ആ ഒരു ഘട്ടമൊക്കെ എത്തുമ്പോഴത്തേക്ക് ഇടയ്ക്ക് ഇൻ്റർവെൻഷൻ ചെയ്ത് തടസ്സപ്പെടുത്തിക്കൊണ്ട് ആൾക്കാർ വരുമ്പം അവർ വളരെയധികം ഞാൻ ശരിക്കും അതിനകത്ത് നമ്മൾ ഇപ്പോഴേ അത് പറയാൻ വെക്കാൻ കാര്യം എന്ന് വെച്ചാൽ അതിന് ഇടയ്ക്ക് വെച്ചിട്ടുള്ള ഒരു എൻഡോഴ്സ്മെൻറ്റ് ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. പരമാവധി 9:30 തന്നെ എത്തി സീറ്റിൽ ഇടം പിടിക്കാനുള്ള ഒരു ശ്രമം ഉണ്ടാകണം. പിന്നെ നമ്മുടെ അതിഥികളെ ആദരിക്കുന്നത് 11:30 മുതലുള്ള എൻ്റെ സെഷനിലായിരിക്കും. അതായത് എൻ്റെ സെഷൻ്റെ ഭാഗമായിട്ട് ആണ് നമ്മൾ പുനർജനി 2025 ബഷീർ കോൺടെസ്റ്റിൻ്റെ സമ്മാനദാനവും അതുകൂടാതെ മറ്റ് വിശിഷ്ടാതിഥികളെ ആദരിക്കുന്ന പരിപാടിയും എൻ്റെ സെഷൻ്റെ ഭാഗമായിട്ട് തന്നെ ആയിരിക്കും നടക്കുന്നത്. അപ്പം സ്ട്രക്ചേർഡ് ആയിട്ടുള്ള പ്രോഗ്രാം ആയിരിക്കും. അതുകൊണ്ട് തന്നെ 11:30 മുതൽ സദസ്സിലുള്ള എല്ലാ അതിഥികളെയും നമ്മൾ ആ സമയത്ത് വിശിഷ്ടമായിട്ടുള്ള ഉപഹാരം നൽകി ആദരിക്കുന്നതുമാണ്. ശരിക്കും ഞാൻ ചിന്തിച്ചതെന്ന് വെച്ചാൽ ഇപ്പോൾ ഇൻ കേസ് മോഹൻലാലാണ് വരുന്നതെന്ന് കരുതുക. ഇപ്പോൾ ഇടയ്ക്കിടയ്ക്ക് അതിഥികൾ ഉണ്ടാകാം. കാര്യം നമുക്ക് മന്ത്രിമാരുടെ സാന്നിധ്യം പോലും ചിലപ്പോൾ ഉണ്ടായേക്കാം. കാര്യം നമ്മൾ വളരെ വ്യത്യസ്തമായ രീതിയിൽ ലഹരിക്കെതിരെയുള്ള ലഹരി എന്ന പോലെ ഉച്ചരിക്കാത്ത ഒരു പ്രോഗ്രാമാണ് നമ്മൾ ചെയ്യുന്നത്. ഇപ്പോൾ നമ്മൾ എക്സൈസ് മന്ത്രി MP രാജേഷ് സാറിനെ നമ്മൾ വിളിക്കും. അദ്ദേഹം വരാൻ സാധ്യത ഉണ്ടാകാതിരിക്കാം. എന്തായാലും നമ്മൾ വിളിക്കേണ്ട ബാധ്യത നമുക്കുണ്ട്. അതുകൊണ്ട് നമ്മൾ വിളിക്കും. അതുപോലെ ഒരു ഫിലിം സൊസൈറ്റി നടത്തുന്ന വ്യത്യസ്തമായ പ്രോഗ്രാം ആയതുകൊണ്ട് തന്നെ സിനിമാ മന്ത്രി സജി ചെറിയാൻ സാറിനെ നമ്മൾ വിളിക്കും.
അപ്പോൾ അദ്ദേഹവും ഉണ്ടാകാം, ഉണ്ടാകാതിരിക്കാം. എന്തായാലും നമ്മൾ വിളിക്കുക എന്നുള്ളതാണ് നമ്മളുടെ ചെയ്യാൻ പറ്റുന്ന കാര്യം. അപ്പോൾ അത്തരം വ്യക്തികളൊക്കെ വരുമ്പോഴത്തേക്ക് തീർച്ചയായിട്ടും ഇതിനിടയ്ക്കും വരാം. കാര്യം അവർ 9 തൊട്ട് 4 മണി വരെയുള്ള സമയത്ത് ഏത് സമയത്ത് വേണമെങ്കിലും അവർ വരാം. അപ്പോൾ നമ്മൾ ഒരുപാട് ശ്രദ്ധ അങ്ങോട്ട് പോകാതെ പ്രോഗ്രാമിൻ്റെ ആ സെറിനിറ്റിയെ ബാധിക്കാത്ത രീതിയിൽ നമ്മളത് കൈകാര്യം ചെയ്യണം. അപ്പോൾ വരുന്ന അതിഥികൾ എപ്പോഴും അതിഥികളായിട്ട് നമുക്ക് സ്വീകരിക്കാൻ ആൾ കാണാം, അവരെ സ്വീകരിച്ച് അവരുടെ ഇരിപ്പിടത്തിൽ ഇരുത്തുകയും നമ്മളൊന്ന് വിഷ് ചെയ്യും. അത്രയൊക്കെയാണ് ആ സമയത്ത് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ അത്രയും കാര്യങ്ങൾ നമ്മൾ അപ്പോഴും ചെയ്യും. പിന്നെ അവർ ചിലപ്പം അതിഥികളെ ആദരിക്കുന്ന സമയത്താണ് ഉള്ളതെങ്കിൽ നമുക്ക് അവരൊരു ആദരവ് കൊടുക്കാൻ പറ്റും. അല്ലാത്തപ്പോഴത്തേക്ക് ചെറുതായിട്ടൊന്ന് വിഷ് ചെയ്ത് പോകാനേ പറ്റത്തുള്ളൂ. കാര്യം നമ്മളൊരു പ്രധാനപ്പെട്ട സെഷനാണ് അവിടെ നടക്കുന്നതെങ്കിൽ നമുക്ക് അതിൽ കൂടുതലൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അത്തരം കാര്യങ്ങൾ ഇപ്പോൾ ഇൻ കേസ് മോഹൻലാൽ വന്നാൽ പോലും ലാലേട്ട എന്ന് പറഞ്ഞ് നമ്മൾ മറിയണ്ട, ലാലേട്ടൻ വരട്ടെ. ലാലേട്ടൻ വരുമ്പോൾ ലാലേട്ടൻ ഞെട്ടണം. ശരിക്കും ആരും മിണ്ടായിരിക്കുന്നു. നമ്മൾ ട്രെയിനിങ്ങിന് മുഴുകിയിരിക്കുമ്പോഴത്തേക്ക് ലാലേട്ടൻ തന്നെ ചിന്തിക്കും, ഇത് ഞാൻ തന്നെയാണോ വന്നത്? അപ്പോൾ ജസ്റ്റ് കണ്ണട എടുത്ത് നോക്കും, ശരിക്കും ഞാൻ തന്നെയാണോ ഇത്? എന്നിട്ട് അടുത്തിരിക്കുന്ന ആളോട് ചോദിക്കും, ആൻ്റണി എനിക്ക് ആൾ മാറിപ്പോയിട്ടൊന്നുമില്ലല്ലോ, ഞാൻ തന്നെയാണോ ഇതെന്ന് ചോദിക്കുന്ന ഒരു സിറ്റുവേഷൻ വരണം. ശരിക്കും നമ്മുടെ വിശിഷ്ട അതിഥികളായിട്ടുള്ള ആൾക്കാരും ആഗ്രഹിക്കുന്ന അത് തന്നെയാണ്, ഒരു പ്രൈവസി കിട്ടുക എന്നുള്ളതാണ്. അതിനുവേണ്ടിയാണ് അവർ വിദേശ രാജ്യങ്ങളിലൊക്കെ പോകുന്നതും അവിടുത്തെ തെരുവുകളിലൂടെ നടക്കുന്നതും. കാര്യം അവർക്ക് അവിടെ ഒരു പ്രൈവസി ഉണ്ട്. ഇവിടെ അത് കിട്ടുന്നില്ല. ഇവിടെ ഇങ്ങനെ ചക്കയ്ക്കകത്ത് ഈച്ച പൊതിയുന്ന പോലെ ഇങ്ങനെ പൊതിഞ്ഞുകളയും ആൾക്കാർ. അതുകൊണ്ടാണ് ഇവരിവിടെയൊന്നും ശരിക്കും പുനർജനയിൽ വരുന്ന വിശിഷ്ട അതിഥികൾക്കൊന്നും ഒരിക്കലും ഒരു രീതിയിലുള്ളൊരു ബുദ്ധിമുട്ട് നമ്മൾ മുഖേന ഉണ്ടാവരുത്. അവർ ലെഷർ ടൈം വരുമ്പോഴും ലഞ്ച് ബ്രേക്ക് വരുമ്പോഴും നമുക്ക് അവരെ കാണാം, ഫോട്ടോ എടുക്കാം, അങ്ങനെയുള്ള കാര്യങ്ങൾ, ഫോട്ടോഗ്രാഫി എടുക്കുകയൊക്കെ നിങ്ങൾ ഇഷ്ടം പോലെ ചെയ്യാം. പക്ഷേ പ്രോഗ്രാം നടക്കുന്ന സമയത്ത് പലരും വരും പോകും. പക്ഷേ അത് നമ്മൾ കാര്യമാക്കേണ്ട. അതിഥികളെ സ്വീകരിക്കാനുള്ള ആൾക്കാരുണ്ട്, അവരെ സ്വീകരിച്ച് അവരെ വിശിഷ്ടമായിട്ട് ഇവിടെ ഇരുത്തി എന്താണെന്ന് വെച്ചാൽ ചെയ്യും. ഓക്കെ. മനോഹരമായ ഡിസൈനുകളിൽ ആകർഷകമായ ഫർണിച്ചറുകൾ, ചെയർമാൻ പ്ലാസ്റ്റിക് മോൾഡഡ് ഫർണിച്ചറുകൾ,